ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും സാമ്പാർ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണ്? എല്ലാ വെജിറ്റബിൾസും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ വെജിറ്റബിൾസൊന്നും ഉണ്ടാവില്ല എന്നതാണ്. അതുമാത്രമല്ല, കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് ടൈമും അധികം എടുക്കുകയും ചെയ്യും. ഇതിൽ രണ്ടിൽ നിന്നും എളുപ്പമായിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുമാത്രമല്ല നമ്മളെ മക്കൾക്കൊക്കെ ടിഫിനായിട്ട് പരിപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള കറികളൊക്കെ കൊടുത്തു വിടുന്നത് നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പരിപ്പ് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു പരിപ്പ് വേവുന്ന ടൈമാണ് കുറച്ച് അധികമായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് അധികം വേവില്ലാത്ത പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തേക്കാണ്. അപ്പോൾ വേവുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാനിതിൽ 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കഷ്ണങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പരിപ്പ് ഇടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിതിൽ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ആ പരിപ്പ് നിൽക്കുന്ന കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഞാനിവിടെ 2 വിസിലടിച്ച് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിസിലടിച്ചിട്ടുണ്ട്. ആ ആവി പോകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 10-15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് കഴുകി ക്ലീൻ ചെയ്തെടുത്തത് ഇതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം വേറെ കഷ്ണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയൊന്നും ഒരുപാട് നേരം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ഒരു തക്കാളി, നന്നായി പഴുത്ത തക്കാളി തന്നെ, വലിയൊരു തക്കാളി അരിഞ്ഞത് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ. ഇനി ഈ തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ 1 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തുറന്ന് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വേവായിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തവ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്ത് ഉടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അല്പം ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ഒരുപാട് ആവേണ്ട, കാരണം കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. അതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. സാമ്പാർ പൊടി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു പൊടികളൊക്കെ ആ എണ്ണയിൽ കടന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ട് നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള ആ പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരിപ്പ് വേവിക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഞാൻ ആദ്യം അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പുളി വെള്ളത്തിലിട്ടത് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് തിരുമ്മിയിട്ട് പുളി മാത്രം പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ അല്പം കട്ടിയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലോട്ട് അല്പം വെള്ളം കൂടി ഞാൻ ആ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചുഴറ്റി കൊടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കട്ടിയുള്ളത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും എടുക്കണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ കടുക്, ഒരു 2-3 കഷ്ണം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതിലോട്ട് കറിവേപ്പില, 2 വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില സാമ്പാറിൽ ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഇടാതെ വെക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടിഫിൻ സാമ്പാർ. അപ്പോൾ എല്ലാവരും തിരക്കുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും മക്കൾക്ക് കൊടുത്തു വിടാൻ ടിഫിനായിട്ടൊക്കെ ഇങ്ങനെ ഈ ഒരു സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.